താളിബാറാണ്. താളിബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാമ്പൂവിന് പകരം നമുക്ക് ഉപയോഗിക്കാം. അതായത് പിന്നെ ഇത് വരുന്നത് മിൽക്ക് സോപ്പ്, കുട്ടികൾക്കും ഡ്രൈ സ്കിന്നുകാർക്കും ഉപയോഗിക്കാം. ഇതാണെങ്കിലും ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷം ഞാൻ ഒന്നും ചെയ്യാതിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഇതിലേക്ക്, ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. പെൺകുട്ടികളോടാണെങ്കിലും പറയാനുള്ളത് അവരുടെ പാഷൻ കണ്ടെത്തി, അല്ലെങ്കിൽ എന്താണ് എല്ലാവർക്കും ഓരോരോ കഴിവുകൾ ഉണ്ടാവും. അപ്പോൾ അത് കണ്ടെത്തി മുന്നോട്ട് വരണം. എൻ്റെ പേര് മണിക്കുട്ടി. ഞാൻ ഓർഗാനിക് സോപ്പുകളാണ് ചെയ്യുന്നത്. പ്രിട്ടി ഓർഗാനിക്സ് എന്നാണ് എൻ്റെ സംരംഭത്തിന്റെ പേര്. നമ്മുടെ സോപ്പുകൾ 8 ഐറ്റമാണ് നമുക്ക് സോപ്പുകൾ ഉള്ളത്. അതിൽ വരുന്നത് ഇത് താളിബാറാണ്. താളിബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാമ്പൂവിന് പകരം നമുക്ക് ഉപയോഗിക്കാം. അതായത് ഇതിൽ വരുന്ന ചെമ്പരത്തിപ്പൂവ്, ചെമ്പരത്തിയില, നെല്ലിക്കാപ്പൊടി, ഉലുവാപ്പൊടി, ആര്യവേപ്പില, മൈലാഞ്ചില, അങ്ങനെയുള്ള ഐറ്റംസ് ഉപയോഗിച്ച് ചെയ്തതാണ്. പിന്നെ ഇത് വരുന്നത് മിൽക്ക് സോപ്പ്, കുട്ടികൾക്കും ഡ്രൈ സ്കിന്നുകാർക്കും ഉപയോഗിക്കാം. ഇതാണെന്നുണ്ടെങ്കിൽ ആര്യവേപ്പിലും പെരിങ്ങലയും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അലർജറ്റിക് സ്കിന്നുകാർക്കൊക്കെ ഉപയോഗിക്കാം. നല്ല റിസൾട്ടാണ്. പിന്നെ ഇത് നാൽപ്പാമരം, കുട്ടികൾക്കും ഡ്രൈ സ്കിന്നുകാർക്കും ഉപയോഗിക്കാം. പിന്നെയും കുറച്ച് ഐറ്റം കൂടി ഉണ്ട്. അങ്ങനെയാണ്. ഞാനിപ്പോൾ 1 വർഷമായിട്ടുള്ളൂ, തുടങ്ങിയിട്ട് 1 വർഷമായിട്ടുള്ളൂ. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് 2 വർഷം, എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷമായി. അതിനുശേഷം 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. 1 വർഷമായല്ലോ. കേരളത്തിലൊരു സ്ഥിതി ഇങ്ങനെ സ്ത്രീകളെ സംരംഭരായി എത്തുന്ന സമയത്ത് സപ്പോർട്ടീവ് ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. സപ്പോർട്ടീവാണ്. എൻ്റെ അഭിപ്രായത്തിൽ നല്ല സപ്പോർട്ടീവാണ്. പിന്നെ സ്ത്രീകളുടെ ഒരു സാഹചര്യം വെച്ചിട്ട് ഇതിലേക്ക് വരാനുള്ള അവർക്കൊരു കുറെ എന്താ പറയാ, കെട്ടുപേടിഞ്ഞ് കിടക്കുകയാണെന്നുള്ള ഒരു, ഞാൻ തന്നെയാണെങ്കിലും ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷം ഞാൻ ഒന്നും ചെയ്യാതിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഇതിലേക്ക്, ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് പെൺകുട്ടികളോടാണെങ്കിലും പറയാനുള്ളത് അവരുടെ പാഷൻ കണ്ടെത്തി, അല്ലെങ്കിൽ എന്താണ് എല്ലാവർക്കും ഓരോരോ കഴിവുകൾ ഉണ്ടാവും. അപ്പോൾ അത് കണ്ടെത്തി മുന്നോട്ട് വരണം. അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്. പിന്നെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കും, ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. അതെ അതെ. ഇപ്പൊ കുടുംബശ്രീയിൽ ഞാൻ വന്നിട്ടാണെങ്കിലും എല്ലാ മേളകളും എന്നെ അറിയിക്കും. അപ്പൊ ഞാൻ അങ്ങനെ CDS ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പോൾ പുള്ളിക്കാരിയാണ്, എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പോൾ പിന്നെ വ്യവസായ വകുപ്പിന്റെ സപ്പോർട്ടുണ്ട്. ലോണുകളാണെങ്കിലും കുടുംബശ്രീയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. വ്യവസായ വകുപ്പാണെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നെ എല്ലാം വരുന്ന തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറയിൽ നമുക്ക് ഷോപ്പുണ്ട്. സ്റ്റാച്യു ജംഗ്ഷനിൽ മുനിസിപ്പൽ കോംപ്ലക്സിൽ B ബ്ലോക്കിൽ റൂം നമ്പർ 7 നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് വരുന്നത്. ആദ്യം ഞാൻ വീട്ടിലായിരുന്നു, അതിനുശേഷം കടയിലേക്ക് മാറി. നല്ല രീതിയിൽ പോകുന്നു, ഹാപ്പിയാണ്. എത്തിച്ചു കൊടുക്കും. നമ്മുടെ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കും. ഞാനിപ്പോൾ ഡെലിവറി ചെയ്യുന്നുണ്ട്.